സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഓഫറുകളുമായി തട്ടിപ്പ് സംഘം കളം നിറയുന്നത്. കണ്ടാൽ ഔദ്യോഗിക പേജുകളെന്ന് തോന്നിക്കും വിധമുള്ള വ്യാജ പേജുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ബുക്കിംഗ് ചാർജും ഡെലിവറി ചാർജും ഒക്കെ ഈടാക്കിയാണ് വ്യാജന്മാർ വലയിൽ വീഴ്ത്തുന്നത്. ഔദ്യോഗിക ആപ്പോ വെബ്സൈറ്റോ വഴി മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ വാർത്തയാകുന്നതും ആളുകൾ പോയി പരാതിപ്പെടാനൊക്കെ തുടങ്ങിയത്. കുറേ നാളായിട്ട് ഈ ഒരു സ്കാം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഇതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് വളരെ വില കുറച്ചിട്ടിരിക്കുന്ന ഒരു സാധനം വാങ്ങിക്കുകയും പറ്റിക്കപ്പെടുകയും ചെയ്ത് അവരുടെ പൈസ പോയെന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ ന്യൂസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു കാര്യം ഞാൻ പറയാമെന്ന് ഓർത്തിട്ടാണ്, അതായത് നമുക്കിതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതൊന്ന് പറയാമെന്ന് ഓർത്തിട്ടാണ് ഞാനത് ഈ ഒരു കണ്ടന്റ് എടുക്കുന്നത് തന്നെ. നമുക്കറിയാം, ഫ്ലിപ്കാർട്ടിനാണെങ്കിലും ആമസോണിനാണെങ്കിലും മീഷോയ്ക്കാണെങ്കിലും ഒരു ഔദ്യോഗിക ആപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പരും അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ സാധനം വാങ്ങിക്കുകയും അപ്പം അതുപോലെ തന്നെ നമുക്കൊരു ഹിസ്റ്ററി കാണാം അതിൽ. കാരണം നമ്മൾ മുമ്പ് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വീണ്ടും അത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല. അതായത് നമുക്ക് വീണ്ടും നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ മാത്രം നമ്മൾ ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ എപ്പോഴും ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഓരോ ഓർഡർ നമ്മൾ എടുക്കുമ്പോഴും, അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോഴെല്ലാം നമുക്ക് അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഫ്ലിപ്കാർട്ടിന്, ആമസോണിന്, മീഷോയ്ക്ക് അല്ലെങ്കിൽ മിന്ത്ര, അങ്ങനെ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഇപ്പം ഫസ്റ്റ് ക്രൈ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം അതിലെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളവരും ആയിരിക്കും. ഞാൻ ഈ ഇടക്കാലം കൊണ്ടാണ് ഇങ്ങനെ ഓൺലൈൻ വഴി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അതും വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഇപ്പം നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പൊടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലിപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ചെരുപ്പ് അങ്ങനെയുള്ളതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം നമ്മുടെ സൈസ് ഓക്കെ ആയിട്ട് വന്നില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിനെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഫോണിലെല്ലാം ഉണ്ട്, മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പുറമെ യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിലെല്ലാം ഈ ആപ്ലിക്കേഷൻസിൻ്റെ പ്രൊഡക്റ്റുകളെന്നും പറഞ്ഞുകൊണ്ട് വരുന്നതെല്ലാം ഫേക്കാണ്. നമുക്ക് നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൊക്കെ അതിൻ്റെ ഓഫറുകൾ, കാര്യങ്ങളൊക്കെ, മെസ്സേജും കാര്യങ്ങളൊക്കെ മീഷോയിൽ നിന്നൊക്കെ വരും. അപ്പം അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ. അപ്പം ഈ ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഒരു ലീഗൽ റെസ്ട്രിക്ഷൻസും ഇൻസ്റ്റഗ്രാമിന് പൊതുവെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിനാണെങ്കിലും യൂട്യൂബിനാണെങ്കിലും ഒരു ലീഗലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിനെ സംബന്ധിച്ചിട്ട് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ സ്കാമേഴ്സും ഇൻസ്റ്റഗ്രാം ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം എടുത്ത സമയത്താണ് ഞാനിങ്ങനെ ഒരു ചുരിദാറിൻ്റെ ഒരു കോംബോ സെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം കണ്ട സമയത്ത് ഞാനത് ഓർഡർ ചെയ്യുകയും എൻ്റെ 400 രൂപ പോയി എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിലിട്ട സമയത്ത് എനിക്ക് ഇപ്പോഴും ഇൻബോക്സിൽ മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി എൻ്റെ കാര്യം കൂടെ പറഞ്ഞൊന്ന് വീഡിയോ ചെയ്യാവോ, ഞങ്ങളിങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇന്ന ആളെ ഞങ്ങളെ പറ്റിച്ചു. അത് ശാസ്ത ബസാർ എന്ന് പറയുന്നൊരു അടുത്തു നിന്നായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവർ നമ്മുടെ നിന്ന് സാധാ ഓർഡർ എടുക്കുന്ന പോലെ എടുക്കുന്നു, അഡ്രസ്സ് മേടിക്കുന്നു, 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം കയ്യിൽ കിട്ടും എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഹിന്ദിയിൽ സംസാരിക്കുന്ന അവർ നമ്മളോട് സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഏതോ മലയാളികളാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് ആ ഒറ്റ പറ്റിയിട്ടുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇങ്ങനെയുള്ള ഒരു കുഴിയിൽ ഞാൻ പോയി ചാടിയിട്ടില്ല. കാരണം നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ മാക്സിമം ഇങ്ങനെ മറ്റുള്ളവർ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ എൻ്റെ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. തുണി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബൊട്ടീക്കുകൾ അല്ലെങ്കിൽ
ഒരുപാട് ഷോപ്പുകളൊക്കെ നടത്തുന്ന ആളുകൾ അവരുടെ ആ ഒരു ഇങ്ങനെ പൈസ മേടിക്കുകയും പിന്നെ പ്രൊഡക്റ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് കൊടുക്കുക, റിട്ടേൺ ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോ ഏകദേശം 2 ലക്ഷം പേര് കണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഫുള്ള് ഏതൊക്കെ ബൊട്ടീക്കുകളാണ്, ഏതൊക്കെ ഷോപ്പുകളാണ് എന്ന് പേര് സഹിതം. ഞാൻ ആ പേരുകൾ പറഞ്ഞ് തന്നെ വേറൊരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കാരണം അത്രയും സ്കാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സ്കാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പുതിയ സ്കാമും കൂടെ വന്നേക്കുന്നത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, മീഷോയിൽ നിന്നൊക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിയുമ്പം ഈ പ്രൊഡക്റ്റിൻ്റെ ഓഫർ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുമല്ലോ, നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ 3 എണ്ണം 1100 രൂപ. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 3 എണ്ണം 1100 രൂപ. നമുക്കറിയാം അത് നമുക്ക് ആ ഒരു വിലയ്ക്ക് കിട്ടത്തില്ല. എങ്ങനെ പോയാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പോലെ 1800 2000 രൂപ അടുത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതേ സാധനം ആ ഒരു സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക, ആ വിലയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ നടക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മളിപ്പം ഒരു എന്താ ഇങ്ങനെ പാൻറ് അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ 80 രൂപ 60 രൂപയ്ക്കൊക്കെ കിട്ടും എന്നൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്നത് മേടിക്കാനായിട്ട് നോക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റിലേറ്റീവ് പറ്റിക്കപ്പെട്ടത്. അപ്പം നമ്മൾ ഒന്ന് വിചാരിക്കേണ്ടത് ആ അത്രയും വിലക്കുറവിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു സാധനം കിട്ടില്ല എന്നുള്ളത് നമുക്ക് ആദ്യമേ ഒന്ന് തിങ്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ അതിൽ കയറി നോക്കുമ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ കയറുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇതിലോട്ട് നമ്മൾ കയറുമ്പോഴും. അപ്പം നമുക്ക് നോക്കുമ്പോൾ ആ ഒരു നമ്മൾ ആ മീഷോയിലൊക്കെ കയറുമ്പോൾ ഉള്ള ആ പേജ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴി ആ ഒരു ആഡ് കണ്ട് കയറുമ്പോൾ. അപ്പം നമ്മൾ ഓർക്കും ഇത് സെയിം സൈറ്റ് ആണെന്ന് ഓർക്കും. പക്ഷേ ഇതൊരിക്കലും സെയിം അല്ല. ഇത് ഇവർ അതേപടി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്തൊന്ന് കയറി നോക്കിയാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മളൊരു പേജിലോട്ട് കയറുന്നത് പോലെയാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജിലോട്ട് കയറിയാൽ. കാരണം നമ്മൾ മീഷോയിൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നമ്മുടേതായ സൈറ്റിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കയറുമ്പം നമുക്ക് വീണ്ടും അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, എല്ലാം കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് കാർട്ടിലിടുക. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണല്ലോ. വീണ്ടും നമ്മളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഒരു ആപ്ലിക്കേഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ഇത് കണ്ടെടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു തട്ടിപ്പ് കണ്ടിട്ടുണ്ടോ, അതിന് നിങ്ങൾ ഇരയായിട്ടുണ്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ഹൈപ്പും കൊടുക്കുക. മറ്റുള്ളവരും കൂടെ ഇതൊക്കെ ഒന്ന് അറിയട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.